ഇന്ന് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം, പല സംരംഭങ്ങളും പരാജയപ്പെട്ട് പൂട്ടിപ്പോകും. എന്താണ് ഇതിന്റെ കാരണം? നമുക്കറിയാം, കഴിഞ്ഞ കൊല്ലമാണെന്ന് തോന്നുന്നു ബിഗ് ബസാർ ഉണ്ടായി. 1000 താഴെയുള്ള സ്ഥാപനങ്ങൾ ഒന്നിച്ചു പൂട്ടിപ്പോയി, നഷ്ടത്തിലായി. നമുക്ക് ചുറ്റും നിരീക്ഷിച്ചാൽ കാണാൻ സാധിക്കും, പല ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങണം, നന്നായി നടക്കുന്നത് കുറെ കഴിയുമ്പോൾ പൂട്ടിപ്പോകും. എന്തുകൊണ്ടാണ്? പ്രധാനമായിട്ടും നമ്മൾ ഏത് സംരംഭത്തിലായാലും, ജോലിയിലായാലും, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആണെങ്കിലും, ഒറ്റ ലക്ഷ്യത്തിൽ നമ്മളെ ചിന്തയെ ഉറപ്പിച്ചു നിർത്തും. അതാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്, വ്യവസായാത്മിക ബുദ്ധി ഏകേഹ തുരുനന്ദന ബഹുശാഖ്യാനന്ദശ്യ ബുദ്ധയോ അവ്യവസായിന. അതിന് വളരെ ലളിതമായ വ്യാഖ്യാനം സ്വാമി വിവേകാനന്ദ കൊടുത്തിട്ടുണ്ട്. ടേക്ക് അപ്പ് വൺ ഐഡിയ, make that one idea your life, think of it, dream of it, live on that idea. Just leave every other idea alone. This is the way to success. വിവേകാനന്ദ സ്വാമി ഒറ്റ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കണം. ഉദാഹരണത്തിന് നിങ്ങൾ സ്വർണ്ണ ബിസിനസ്സുകാരനാണെങ്കിൽ സ്വർണ്ണ ബിസിനസ് മാത്രം, അതിൽ മാത്രം ഫോക്കസ് ചെയ്യണം. അപ്പോഴേക്കും നിങ്ങൾക്ക് പല ജോലിക്കാരുണ്ട്, ഓരോന്ന് പലരും പറയും റിയൽ എസ്റ്റേറ്റ് നല്ല സംരംഭമാണ്, നല്ല ലാഭമാണ്, അതിൽ പോയി ചാടും. കുറെ ആൾക്കാർ പറയും തുണിക്കച്ചവടം നല്ലതാണ്, തുണിക്കച്ചവടം. വേറെ ചിലർ എക്സ്പോർട്ട് നല്ലതുകൊണ്ട് കശുവിന്റെ എക്സ്പോർട്ട്, അല്ലെങ്കിൽ മൺചട്ടി എക്സ്പോർട്ട് ചെയ്യും അമേരിക്ക, അല്ലെങ്കിൽ അത് വിദേശ രാജ്യം. അങ്ങനെ പല സംരംഭങ്ങളിൽ ഏർപ്പെട്ട് അവസാനം എല്ലാം പരാജയപ്പെട്ട് അവസാനം വലിയ കടക്കണിയിലായി. ചിലപ്പോൾ ഇന്ത്യയിൽ ഉപേക്ഷിച്ചുകൊണ്ട് പോകേണ്ടി വരും, ബാങ്കുകളെ വഞ്ചിക്കേണ്ടി വരും, പല നിക്ഷേപകരെയും വഞ്ചിക്കേണ്ടി വരും. ഇതെല്ലാം ചെയ്യും. ഇതിൻ്റെ എല്ലാം ആവശ്യമുണ്ട്. നമ്മൾ ഏതാ സംരംഭം എന്ന് പറഞ്ഞാൽ ആ ഒറ്റ ലക്ഷ്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം, എങ്കിൽ മാത്രമേ വിജയമാവുള്ളൂ. നിങ്ങൾ പല സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ പല ജോലിക്കാരെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യും, അവരെ ആശ്രയിക്കേണ്ടി വരും. സ്വന്തം മുതലാളി ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തൊഴിലാളിയും 3000 കൊല്ലം മുൻപ് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. എല്ലാം അവരവരുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് തൊഴിൽ നിൽക്കുന്നത് മാത്രം, ബഹുമാനം കാണിക്കുന്നു, സല്യൂട്ട് അടിക്കുന്നു, അവരവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി. സ്വന്തം മുതലാളി നന്നാവണം, സ്വന്തം യജമാനൻ നന്നാവണമെന്ന് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു തൊഴിലാളിയും ഒരു ജോലിക്കാരനും എവിടെയും ഉണ്ടായി. അവരവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് തൊഴിൽ നോക്കും. നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല, പലതിലായി ചെതറിക്കും. അങ്ങനെ പലതിൽ ചെതറിപ്പോകുമ്പോൾ നമ്മൾ വർദ്ധിച്ച ടെൻഷൻ അനുഭവിക്കും, പിന്നെ നമ്മൾ ആരോഗ്യം ക്ഷയിച്ചു, പിന്നെ അങ്ങനെ എല്ലാ സംരംഭങ്ങളും മൊത്തം പരാജയമായിട്ടും. അപ്പൊ നമ്മൾ ഏറ്റവും മികച്ച രീതിയിൽ നമ്മൾ ഏതാണ് നമ്മുടെ പ്രൊഫഷൻ, അല്ലെങ്കിൽ ഏതാണ് നമ്മളെ സംരംഭം, ബിസിനസ്, ഏതാണ് നമ്മുടെ ജോലി, അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അതിൽ നമ്മൾ നൈപുണ്യം ആർജിക്കണം, സ്പെഷ്യലൈസ്ഡ് നോളജ്, വിശിഷ്ട ജ്ഞാനം സമ്പാദിക്കണം. നമ്മുടെ ശ്രദ്ധ എല്ലാ രംഗങ്ങളിലും നമ്മൾ എത്തിച്ചേരണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ സംരംഭത്തിൽ പരിപൂർണ വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. അതിന് കഴിയാത്തതുകൊണ്ട് പലരും 10 കൊല്ലം മുന്നോ 20 കൊല്ലം മുന്നുണ്ടായിരുന്ന സ്ഥാപനങ്ങളൊക്കെ ഒന്നും കാണാനില്ല. പലതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെ നവീകരിച്ച് കാലഘട്ടത്തിനനുസരിച്ച് അതിന്റെ നവീകരിച്ച് മുന്നേറാൻ
അവർ കഴിച്ചില്ല. നവീകരണങ്ങൾ നമ്മുടെ സംരംഭങ്ങൾ നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് വേണ്ട ചേഞ്ചുകൾ വരുത്തി മുന്നോട്ട് പോകണം. ഇത് മാത്രമേ ആ സംരംഭം അല്ലെങ്കിൽ ജോലിയെല്ലാം വിജയിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ടേക്കപ്പ് വൺ ഐഡിയ, make that one idea your life, think of it, dream of it, live on that idea. Just leave every other idea alone. This is the way to success. ഒറ്റ ലക്ഷ്യത്തിൽ ഉറച്ചു. Thank you very much for watching this video. Thanks.